പ്രിയപ്പെട്ട എനിക്ക്, നീയും പ്രിയപ്പെട്ടവളാണ്. ജീവിതത്തിൽ പലപ്പോഴും നീ മറ്റുള്ളവർക്കായി എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു. അവർക്ക് കേൾക്കാനും സഹായിക്കാനും അവരുടെ സന്തോഷത്തിനായി നിന്റെ സമയവും എനർജിയും സന്തോഷവും നീ നൽകുന്നു. അത് നിന്റെ മനസ്സിൻ്റെ നന്മയാണ്. പക്ഷെ ചിലപ്പോൾ അതിനിടയിൽ നീ നിന്നെ തന്നെ മറക്കുന്നു. നിന്റെ വികാരങ്ങൾക്ക് വിലയുണ്ട്. നിന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നിന്റെ മനസ്സിൻ്റെ സമാധാനം സംരക്ഷിക്കാൻ നിനക്ക് അവകാശമുണ്ട്. ടയേർഡാണെന്ന് തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. എന്തെങ്കിലും നിനക്ക് സന്തോഷം നൽകുന്നില്ലെങ്കിൽ നോ പറയാൻ നിനക്ക് കഴിയും. ഒരു സ്ത്രീ എന്ന നിലയിൽ നല്ലൊരു മകളാവാൻ, നല്ലൊരു മരുമകളാവാൻ, നല്ലൊരു സഹോദരിയാവാൻ, നല്ലൊരു ഭാര്യയാവാൻ, നല്ലൊരു അമ്മയാവാൻ ശ്രമിക്കുന്നതിനിടയിൽ നീ നിന്നെ തന്നെ മറന്നു. ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു മകനാവാൻ, ഒരു നല്ലൊരു സഹോദരനാവാൻ, ഒരു നല്ലൊരു ഭർത്താവാൻ, നല്ലൊരു അച്ഛനാവാൻ ശ്രമിക്കുന്നതിനിടയിൽ നീ നിന്നെ തന്നെ മറന്നു. ഓർമ്മിക്കുക, സ്വയം മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയല്ല, അത് അത്യാവശ്യമാണ്. ചില ദിവസങ്ങളിൽ നീ നിന്നെ സംശയിക്കാം. ചിലപ്പോൾ ജീവിതം കഠിനമാണെന്നും തോന്നാം. അത്തരം സമയങ്ങളിൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നീ ഇതിനകം എത്ര ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. ഓരോ പ്രയാസവും നിന്നെ കൂടുതൽ ശക്തനാക്കുകയും ബുദ്ധിമാനാക്കുകയും ചെയ്യുന്നു. നിന്റെ മൂല്യം ആരെയും തെളിയിക്കേണ്ട ആവശ്യമില്ല. നീ ഇപ്പോഴുള്ളതുപോലെ തന്നെ മതി. എപ്പോഴെങ്കിലും ഡൗണായി ഫീൽ ചെയ്യുമ്പോൾ ഈ കത്ത് ഒരിക്കൽ കൂടി വീണ്ടും വായിക്കുക. നീ മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹവും കരുതലും നീയും അർഹിക്കുന്നു. സ്റ്റാർട്ട് ചൂസിങ് യുവർ സെൽഫ് എ ലിറ്റിൽ മോർ എവറി ഡേ. ചൂസ് യുവർ ഗ്രോത്ത്, ചൂസ് യുവർ ഹാപ്പിനെസ്, ചൂസ് യുവർ പീസ്. എന്ന സ്നേഹത്തോടെ ഞാൻ.